പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരായ സജി ചെറിയാന്റെ പരാമർശത്തിൽ വിമർശനവുമായി ദീപിക പത്രം. സജി ചെറിയാന്റെ വിടുവായിത്തം തിരുത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചില്ല. സഭാമേലധ്യക്ഷന്മാരെ വിമർശിക്കാൻ മന്ത്രിമാർ എന്തും വിളിച്ചു പറയുന്നു. ഇതിനൊത്താശ ചെയ്യുന്ന മുഖ്യമന്ത്രി തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നു. നവകേരള സദസ്സിൽ പങ്കെടുത്തപ്പോൾ സജി ചെറിയാന് രോമാഞ്ചമുണ്ടായോ എന്നും ദീപിക മുഖപ്രസംഗത്തിൽ ചോദിച്ചു. ജോസി ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, കഴിഞ്ഞ ദിവസമാണ് സജി ചെറിയാന്റെ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെയുള്ള ദീപികയുടെ വിമർശനങ്ങൾ എന്തൊക്കെ? ജിൽസി, സജി ചെറിയാന്റെ വാക്കുകളിൽ കടുത്ത അതൃപ്തിയും പ്രതിഷേധവും രേഖപ്പെടുത്തിയാണ് കത്തോലിക്ക സഭയുടെ നിയന്ത്രണത്തിലുള്ള പത്രമായ ദീപികയുടെ മുഖപ്രസംഗം എന്നതാണ് പ്രധാനമായ രാഷ്ട്രീയം. ബിഷപ്പുമാർക്കെതിരെ സജി ചെറിയാന്റെ വിമർശനത്തിൽ കടുത്ത വാക്കുകളിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സജി ചെറിയാന്റെ വിടുവായിത്തം തിരുത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചില്ല. സഭാമേലധ്യക്ഷന്മാർക്കെതിരെ നിരന്തരമായി മന്ത്രിമാരും മറ്റിടതുമുന്നണി നേതാക്കളും വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നതെന്ന കാര്യം മുഖ്യമന്ത്രി ഓർക്കണമെന്നും ഈ മുഖപ്രസംഗത്തിലുണ്ട്. അതോടൊപ്പം നവകേരള സദസ്സിൽ പങ്കെടുത്തപ്പോൾ സജി ചെറിയാന് രോമാഞ്ചമുണ്ടായോ എന്ന വിമർശനവും മുഖപ്രസംഗത്തിൽ ഉണ്ട്. സജി ചെറിയാൻ അണികളുടെ കൈയടി നേടാൻ വായിൽ തോന്നുന്ന വിളിച്ചു പറയുന്ന ചരിത്രമുള്ള ആളാണെന്നും ഈ മുഖപ്രസംഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നേരത്തെ സഭ തന്നെ സഭയുടെ വിശദീകരണമായി നൽകിയിരുന്നത് പോലെ ഭരണാധികാരികൾ, മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി അടക്കമുള്ളവർ ക്ഷണിക്കപ്പെട്ട വേദികളിലേക്ക് അവർ സഭാ നേതൃത്വത്തെ വിളിക്കുമ്പോൾ സ്വാഭാവികമായും പങ്കെടുക്കാറുള്ളതാണ്. നവകേരള സദസ്സിലും തങ്ങൾ അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ മുഖപ്രസംഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും സഭ അവരുടെ പ്രത്യക്ഷ നിലപാട് സഭാ നേതൃത്വത്തിലുള്ള മുഖപ്രസംഗത്തിലൂടെ ഈ സജി ചെറിയാനെതിരെയും സർക്കാരിനെതിരെയും വിമർശനം ഘടിപ്പിക്കുകയാണ് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ജോസി, കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ രൂക്ഷമായ പ്രതികരണം നടത്തിയിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ദീപിക പത്രം മുഖപ്രസംഗത്തിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത്. വിവരങ്ങളാണ് ജോസി ബാബു നൽകി.